പ്രണയസാഗരം അധ്യായം 5. എന്നിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു? ഇതൊന്നും ഇവിടെ നടക്കില്ല. നിങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല. അബോർഷൻ വേണമെങ്കിൽ അതിന് കൃത്യമായ കാരണം വേണം. അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചെഴുതി ഒപ്പിടണം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് വരൂ. അങ്ങനെയാണ് ഞാനെന്ന് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരുന്നു ഡോക്ടർ? വളരെ ദേഷ്യത്തിലായിരുന്നു. അവിടെ നിന്നും ആ പെൺകുട്ടിയെ തള്ളി മാറ്റി അയാൾ പുറത്തേക്ക് പോവുകയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി ആയിഷയുടെ ഡയറിയും ഡോക്ടറുടെ മൊഴിയും ശരിവയ്ക്കുന്നത് മാനസിക ശാരീരിക പീഡനങ്ങൾ ആയിഷ അനുഭവിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ കാരണക്കാരനായ പ്രതി മജീദിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. കാളൂരിന് എന്തെങ്കിലും പറയാനുണ്ടോ? ജഡ്ജി കാളൂർ വക്കീലിനെ നോക്കി ചോദിച്ചു. യെസ് സർ. ഞാനിവിടെ ജയലക്ഷ്മി വക്കീലിൻ്റെ വാദം കേട്ട് ആകെ അന്തിച്ചു നിൽക്കുകയായിരുന്നു. ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള വ്യഗ്രത. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് യെസ് യുവർ ഓണർ. ഇത് മണ്ടത്തരങ്ങളാണെന്ന് തെളിയിക്കാൻ കാളൂർ റെഡിയാണോ? യെസ് യുവർ ഓണർ. മേൽപ്പറഞ്ഞ പ്രകാരം ഷീല ക്ലിനിക്കിലാണ് എൻ്റെ കക്ഷി ആയിഷയെ കൊണ്ടുപോയത്. അതവളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാവില്ലേ? ഇല്ലെങ്കിൽ എത്രയോ ലോക്കൽ ക്ലിനിക്കുകൾ മാനന്തവാടിയിൽ തന്നെയുണ്ട്. അതും അല്ലെങ്കിൽ കർണാടക, തമിഴ്നാട് എന്നീ 2 സംസ്ഥാനങ്ങളെ അതിർത്തി പങ്കിടുന്ന ജില്ലയായ വയനാട്ടിലെ ക്ലിനിക്കിൽ തന്നെ കാണിക്കണം എന്ന് എന്താ നിർബന്ധം? ഇത്രയും നിയമങ്ങൾ നോക്കാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, ലിംഗനിർണയം വരെ ചെയ്തു കൊടുക്കുന്ന എത്ര ക്ലിനിക്കുകളുണ്ട്? അങ്ങനെ ഒരു ചാൻസ് നിലവിലിരിക്കെ മജീദിൻ്റെ ഹോം ടൗണിൽ നിന്നും മജീദ് ഇങ്ങനെ ആയിഷയെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കുമോ? എനിക്കൊരു സാക്ഷിയെ വിസ്തരിക്കാൻ അനുവാദം വേണം ഓണർ. യെസ് പ്രൊസീഡ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താണോ ജയലക്ഷ്മി വക്കീലെ, അയാൾക്കൊരാളെ വിസ്തരിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? താനിരിക്കി. അല്ല കാളൂർ വക്കീലെ, താനിപ്പോൾ ആരെയാണ് വിസ്തരിക്കാൻ പോകുന്നത്? സർ, തലപ്പുഴ പ്രാഥമിക ആരോഗ്യ ഓഫീസർ ഫീൽഡ് ഓഫീസറായിട്ടുള്ള ഗിരിജയാണ് സർ. നടക്കട്ടെ. ഗിരിജ കോടതിക്കൂട്ടിൽ കയറി നിന്നു. ഗിരിജ എത്ര വർഷമായിട്ട് സർവീസിലുണ്ട്? 10 വർഷത്തിലേറെയായി സർ. മരണപ്പെട്ട ആയിഷയെ താങ്കൾക്കറിയാമോ? അറിയാം. അവർ എൻ്റെ വാർഡിലാണ് താമസിച്ചിരുന്നത്. അവർ ഗർഭിണിയാണ് എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? ഫീൽഡ് സർവേക്ക് ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവർക്ക് എത്ര മാസമായിട്ടുണ്ടാവും? 5 മാസം. അന്ന് അവർ ഹാപ്പി ആയിരുന്നു? തീർച്ചയായും അവർ ഹാപ്പി ആയിരുന്നു. അതുവരെ ഹെൽത്ത് സെൻറ്ററിൽ അറിയിക്കാത്തത് എന്താണ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. എന്നിട്ട് അവർ എന്താണ് പറഞ്ഞിരുന്നത്? അവർക്കിതിനെക്കുറിച്ചൊന്നും വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവരുടെ ഭാരം കുറച്ച് കുറവായിരുന്നു. അവർക്ക് അയൺ ഗുളികകളും വിറ്റമിൻ സപ്ലിമെൻസും അന്ന് കൊടുത്തു. പോഷകധാന്യപ്പൊടികളും അമൃതപ്പൊടികളും ഞാൻ വീട്ടിലെത്തിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് അവിടെ താങ്കൾ എത്തുന്ന സമയത്ത് മജീദ് ഉണ്ടായിരുന്നു അവിടെ? യെസ്, ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്? വളരെയധികം ടെൻഷൻ ഉള്ളതുപോലെയായിരുന്നു അന്ന്. ദാറ്റ്സ് ഷോ യുവർ ഓണർ. ഭാര്യയുടെ ആരോഗ്യനിലയിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന എൻ്റെ കക്ഷി അബോർഷന് മാനന്തവാടിയിലെ തന്നെ പ്രശസ്തിയിലെ ക്ലിനിക്കിൽ കൊണ്ടുപോയതും ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നത് കൊണ്ടാണ്. ഇതൊക്കെ വെച്ച് എൻ്റെ കക്ഷി പ്രതിയാണ് എന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ജയലക്ഷ്മി വക്കീലെ, എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് സർ. സാറിൻ്റെ പരിഗണനയിലേക്ക് ഒരു ഡയറി കുറിപ്പ് വെക്കുകയാണ്. വക്കീലെ, താൻ വായിക്കടോ. പടച്ചോനെ, ലോകത്ത് ഒരു പെൺകുട്ടിയും ഇങ്ങനെ പരീക്ഷിക്കരുത്. ഇന്ന് ഇക്ക ഒട്ടും മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. പൂതിമൂത്ത് വാങ്ങിയ അയല പച്ച മാങ്ങയിട്ടാണ് വറ്റിച്ചത്. ഇക്ക മൂളിപ്പാട്ടും പാടി പിന്നാമ്പുറത്തേക്ക് വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ്. ചിലപ്പോൾ എൻ്റെ സംശയം മാത്രമാവും എന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ എൻ്റെ കണ്ണുനീര് കണ്ട് പടച്ചോൻ്റെ മനസ്സലിഞ്ഞതായാലോ? പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ഞാനങ്ങ് പറന്നുയർന്ന പോലെ. വയറിലൂടെ ചുറ്റിപ്പിടിച്ച ഇക്കയുടെ കൈകളിൽ ഞാൻ എനിക്ക് കിട്ടാതെ പോയ പരിഗണനയുടെ സ്വർഗം കാണുകയായിരുന്നു. മദ്യത്തിൻ്റെ ഗന്ധമില്ലാതെ ഇതാദ്യമായാണ് ഇക്കയുടെ കൈകൾ എപ്പോഴും ഇക്കിളി കൂട്ടുന്നത്. ചുണ്ടുകൾ കുരുത്തക്കേടുകൾ കൂടുതലാണ്. എൻ്റെ ചെവിയുടെ പിന്നിലൂടെയുള്ള ഇക്കയുടെ ചുംബനങ്ങൾ, എൻ്റെ പടച്ചോനെ, വല്ലാത്തൊരു ഫീലിംഗ് തന്നെ. കഴുത്തിലൂടെ ഇടഞ്ഞു നടക്കുകയായിരുന്നു ഇക്ക. അടുക്കള എന്ന് പറഞ്ഞ് ഞാൻ ഇക്കയെ തട്ടിമാറ്റി. ഒന്ന് മുരടനക്കിക്കൊണ്ട് ഉമ്മ അടുക്കളയിലേക്ക് കയറി വന്നു. ഇക്ക പതിയെ അകത്തേക്ക് വലിഞ്ഞു. എന്നോട് റൂമിലേക്ക് ചെല്ലാൻ കണ്ണുകൾ ആവശ്യപ്പെട്ടു. ഇത്ര സ്നേഹത്തിൽ ഞാൻ എൻ്റെ ഇക്കയെ ആദ്യമായി കാണുകയായിരുന്നു. എൻ്റെ സന്തോഷങ്ങൾക്കെല്ലാം കുഞ്ഞായുസ് മാത്രമേ ഉള്ളൂ.
ഈ സന്തോഷവും അത്രയേ ഉണ്ടായുള്ളൂ. സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ഇക്ക എൻ്റെ സ്വന്തമായി കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ ശ്രമമായി. ഗർഭപാത്രത്തിൽ കൈകടത്താനുള്ള ശ്രമം. എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പടച്ചോനെ. എന്തിനാണ് ഇങ്ങനെയൊരു പരീക്ഷണം? രക്തവും എൻ്റെ പ്രാണൻ പോകുന്ന നിലവിളിയും ഒന്നും അയാൾക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. തുണികൾ വായിൽ തിരുകി 2 കവിളുകളിലും മാറി മാറി അടിച്ചു. ഒടുവിൽ വേദന സഹിക്കാൻ കഴിയാതെ എനിക്ക് ചവിട്ടി തെറിപ്പിക്കേണ്ടി വന്നു. ഭർത്താവിനെ മർദ്ദിക്കുന്നവൾ നരകത്തിലാണല്ലോ. എന്നാലും കുഴപ്പമില്ല, ഇതിനേക്കാൾ നല്ലത് നരകം തന്നെ. ഉള്ളംകാലിൽ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചിട്ടുണ്ട്. കുമളിച്ച് പൊങ്ങിയ കാലടികൾ എന്നെ വല്ലാണ്ട് കൊഞ്ഞണം കുത്തി കാണിക്കുന്നു. സാരല്ല, ഇതൊക്കെ എൻ്റെ കുഞ്ഞിനു വേണ്ടിയല്ലേ. ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഈ ഡയറിയുടെ പകർപ്പ് സമർപ്പിച്ചിട്ടുണ്ട്. ഒബ്ജക്ഷൻ മിലോൺ. കാളൂർ വക്കീലേ, എന്തിനാടോ ഒരു ഒബ്ജക്ഷൻ? ആ പെൺകുട്ടിയുടെ ഡയറി കോടതിക്ക് സമർപ്പിച്ചതിനോ, അതോ ആ ഡയറി കുറിപ്പുകൾ ഇവിടെ വായിച്ചതിനോ? ജഡ്ജിയുടെ ചോദ്യത്തിന് മുന്നിൽ കാളൂർ വക്കീൽ നിന്ന് ഉയർത്തു. ബഹുമാനപ്പെട്ട കോടതി, ഒരു ഡയറിയുടെ പേരിൽ എൻ്റെ കക്ഷി സംശയിക്കരുത്. ആരെങ്കിലും ഒരു ഗർഭപാത്രത്തിൽ കൈകടത്തി അബോർഷന് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ചിലർ ചില രചനകൾ പോലെ ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ട്. അങ്ങനെയൊന്നും ആവില്ലേ ഇത്? എടോ വക്കീലെ, ആ പെൺകുട്ടിയുടെ ജീവിതമാണ് ഇതിൽ. ചില വരികൾ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കണ്ണുനീർ വീണിട്ട് അത് ചില രചനകൾ മാത്രമാണെന്ന് തനിക്ക് എങ്ങനെ പറയാൻ കഴിയും? ഡൽഹിയിലെ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് താൻ കണ്ടിട്ടില്ലേ? ബീർ ബോട്ടിൽ, കമ്പിപ്പാര എന്നിവയൊക്കെയാണ് ആക്രമണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇരയുടെ ആന്തരിക അവയവങ്ങൾ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ക്ലിനിക്കലി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആയതിനാൽ ആയിഷയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി 244/A13 അപേക്ഷ പ്രകാരം അനുമതി നൽകുകയാണ്. ആയിഷയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. അന്ന് കോടതി പിരിഞ്ഞപ്പോൾ മജീദ് ആകെ പരവശനായിരുന്നു. ആയിഷ പൂർവാധികം ശക്തിയിൽ തൻ്റെ മേൽക്കോയ്മ നേടുന്ന പോലെ. അങ്ങാടിയിൽ ഒന്ന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഒന്ന് കിടന്നാൽ വേട്ടയാടപ്പെടുന്ന അവളുടെ ഓർമ്മകൾ ഇങ്ങനെ പുറകെ വരുന്നത് പോലെ. അങ്ങാടിയിൽ പരിചയമുള്ളവർ പോലും ഒഴിഞ്ഞുമാറി നടക്കുന്ന അവസ്ഥ. ചാനലുകാരും നാട്ടുകാരും ആയിഷയുടെ റീപോസ്റ്റ്മോർട്ടം ആഘോഷിക്കുകയാണ്. പോലീസ് വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പള്ളിപ്പറമ്പിൽ വന്നു നിന്നു. ആംബുലൻസ്, മീഡിയ, നാട്ടുകാർ. പള്ളിപ്പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. പതിയെ ആയിഷയുടെ ഖബറിലെ മണ്ണ് മാറ്റി തുടങ്ങി. നനവ് മാറാത്ത മണ്ണുകൾ മാറുന്നതിനനുസരിച്ച് ചെറിയ അഴുകിയ മണം പരന്നു തുടങ്ങിയിട്ടുണ്ട്. തള്ളിമാറ്റി ജനങ്ങൾ ഇടിച്ചു തള്ളിക്കയറി. പോലീസ് ലാത്തി വീശി അവരെ അകത്തി നിർത്തി. മീഡിയകളിൽ പീഡനത്തിൽ മരിച്ച ആയിഷ എന്ന തലക്കെട്ടുകൾ വാർത്ത നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, വാട്സാപ്പ് സ്റ്റാറ്റസ്, ആയിഷയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗ് നിറയുകയാണ്. വീടിൻ്റെ മുന്നിൽ വനിതാ കമ്മീഷൻ വാഹനം വന്നു നിന്നപ്പോൾ ശരിക്കും പേടിച്ചുപോയി മജീദ്. വണ്ടിയിൽ നിന്നും ഇറങ്ങിയവർ വീടും പരിസരവും പരിശോധിച്ചു തുടങ്ങി. കയറിയിരിക്കണം. സോറി മിസ്റ്റർ മജീദ്, നിങ്ങളുടെ ഭാര്യ ആയിരുന്ന ആയിഷയുടെ മരണവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ കൊടുക്കുന്ന കേസിൽ താങ്കൾ കോടതിയിൽ ഹാജരാവേണ്ടി വരും. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മേഡം. താങ്കളുടെ ഭാഗം ഇനി കോടതിയിൽ പറഞ്ഞാൽ മതി. അവർ വണ്ടിയിൽ കയറി തിരിച്ചുപോയി. മജീദിൻ്റെ ഹൃദയം നിലച്ചുപോയതുപോലെയായിരുന്നു. ഫോണിൽ കാളൂർ വക്കീലിൻ്റെ നമ്പർ അമർത്തി ചെവിയോട് അടുപ്പിക്കുമ്പോൾ മജീദിൻ്റെ ശബ്ദത്തിന് വിറയൽ ബാധിച്ചിരുന്നു. മറുപുറത്തു നിന്നും കാളൂർ വക്കീലിൻ്റെ പരുക്കൻ ശബ്ദം. എന്താണ് മജീദേ? വക്കീലേ, ഇപ്പോൾ വനിതാ കമ്മീഷൻകാരും വന്നിരുന്നു. വീടും പരിസരവും മുഴുവൻ പരിശോധിച്ച് അവർ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് തനിക്കെന്താണോ മജീദേ? താൻ അവളെ കൊന്നതൊന്നുമല്ലല്ലോ. ഇവിടെ ആളെ കൊന്നാൽ മാക്സിമം കിട്ടാവുന്നത് ശിക്ഷ 12 കൊല്ലം തടവാണ്. അപ്പോൾ വക്കീൽ പറഞ്ഞു വരുന്നത് ഞാൻ അകത്തു കിടക്കേണ്ടി വരുമെന്നാണോ?
താനങ്ങനെ അകത്ത് കിടത്താൻ വേണ്ടിയല്ല ഞാൻ ഈ കോട്ടും ഇട്ട് നടക്കുന്നത്. ഈ കാളൂറിനെ തനിക്ക് അറിയാനിട്ടാ. പിന്നെ ഓഫീസിൽ ഇന്ദു ഉണ്ടാവും. ഇന്ന് തന്നെ ഒരു 50,000 അവിടെ എത്തിക്കണം. ശരി വക്കീലേ. കാളൂരിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മജീദിന് ഒരു ആശ്വാസമായിരുന്നു. അകത്തുനിന്നും ഉമ്മ വന്ന് മജീദിനരികിലായിരുന്നു. എന്താണ് മോനെ, ഉറങ്ങാതെ കണ്ണും നട്ട് ഇങ്ങനെ ഒരു ഇരുത്തം? ഉണ്ണാതെ ഉറങ്ങാതെ എത്ര കാലമാണ് ഈ കേസൊക്കെ നടക്കട്ടെ. അതല്ല ഉമ്മ, ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടച്ചാൽ അവളാണ്, കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന പോലെ. കട്ടിൽ നിന്നും ചവിട്ടി താഴെ ഇടുക. ഉമ്മ, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ചാൽ മുഴുവൻ അവളുടെ ചിന്തകൾ എന്നെ വിടാതെ പിന്തുടരുന്ന പോലെ. സാരില്ല മോനെ, ഈ കുറച്ച് അവളെ ഇടങ്ങാറാക്കിയതിൻ്റെയാണ്. നാളെ നമ്മളെ ഖാദർ മൊയ്ലിയാരെ പോയൊന്ന് കാണാം. മജീദിനെ അല്പം പറഞ്ഞു മനസ്സിലാക്കി മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഉമ്മ ഇടനാഴിയിലൂടെ ആരോ നടന്നു നീങ്ങുന്ന പോലെ തോന്നി. മജീദിൻ്റെ വീട് ഒരു 4 കെട്ട് പോലെയാണ്. നടുത്തളത്തിലെ ആമ്പൽക്കുളം പോലെ ഒന്നുണ്ട്. നിറയെ നീല ആമ്പൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ മനുഷ്യനിർമ്മിതി. ഇടയ്ക്ക് ആമ്പലിൻ്റെ ഒരു ഗന്ധം വീട്ടിലാകെ നിറയും. ഈ അടുത്തായി രാത്രിമുല്ലയുടെ ഗന്ധവും നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പതിവ് പോലെ ഗന്ധം നിറഞ്ഞു തുടങ്ങിയപ്പോൾ മജീദിന് വീണ്ടും വെപ്രാളം തുടങ്ങി. എവിടെ നിന്നാണ് ഈ ഗന്ധം എന്ന് നേരം പുലരട്ടെ കണ്ടുപിടിക്കണം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇക്കാ, ഞെട്ടിപ്പോയി മജീദ്. ആയിഷയുടെ ഗന്ധം, ആയിഷയുടെ സ്വരം. ഇപ്പോൾ വിളിച്ചത് ആയിഷയല്ലേ? ഒരു തണുത്ത കാറ്റ് മുറിയിലേക്ക് അടിച്ചു കയറി. കർട്ടനുകളും മുറിയിലെ തുണികളും ഒന്നും ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. അലമാരയിലെ മുകളിലെ റാക്കറ്റിൽ നിന്നും ഒരു തുണിക്കെട്ട് താഴേക്ക് വീണു. ആയിഷയുടെ വസ്ത്രങ്ങളായിരുന്നു അത്. പേടിയോടെ മജീദ് വസ്ത്രങ്ങൾ നോക്കി. സിഗരറ്റ് ലൈറ്റർ കൊണ്ട് വസ്ത്രങ്ങൾ തീ കൊളുത്തി. ആഹാ, നീ എന്നെ പേടിപ്പിക്കുമല്ലേടി കൊച്ചി. അതെ, ഈ മജീദ് ആരുടെ മുന്നിലും തലതാഴ്ത്തിയിട്ടില്ല, ഇനി താഴ്ത്തുകയില്ല. നിന്നെപ്പോലൊരു കൊടിച്ചിപ്പട്ടിയുടെ മുന്നിൽ. മുറിയിൽ നിന്നും തീയും പുകയും കണ്ടിട്ടാവണം ഉമ്മയും പെങ്ങളും ഓടി വന്നു. ആളിക്കത്തുന്ന തീയും പുകയും കണ്ട് അവർ ആർത്തു വിളിച്ചു. നിങ്ങളെന്തിനാണ് കൂകി വിളിക്കുന്നത്? അവളുടെ ഡ്രസ്സ് ഞാൻ കത്തിച്ചതാണ്. ഇക്കാക്ക, നിങ്ങൾക്ക് എന്താണ് പിരാന്തായനാ? എന്താ കളിയാ കളിക്കുന്നത്? വീടിൻ്റെ ഉള്ളിൽ വെച്ച് ആരെങ്കിലും തീയിടുവോ? ഞാനിടും. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ കെട്ടിച്ചുവിട്ടതല്ലേ? മജീദ് മൈമൂനയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അല്ലേന്ന്, നിന്നെ കെട്ടിച്ചു വിട്ടിട്ടും നീ എന്തിനാ പഠിപ്പിക്കാൻ വരണ്ട. മജീദിനെ അറിയാം എന്താ ചെയ്യണമെന്ന്. മൈമൂന മജീദിൻ്റെ കയ്യിൽ കിടന്ന് പിടച്ചു. എടാ, നീ അവളുടെ കഴുത്തു നിന്ന് പിടിവിടറാ. ഉമ്മ നിലവിളിച്ചു. ദേ, തള്ളയും മോളും അറിയാൻ വേണ്ടി പറയാം. മജീദിനെ തന്നെ പിടിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരെയും എൻ്റെ പുറകെ നടന്നുണ്ടല്ലോ, എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഉമ്മയെയും മൈമൂനെയും തള്ളി പുറത്തേക്കാക്കി അയാൾ വാതിൽ കൊട്ടിയടച്ചു. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കെട്ട് പുറത്തേക്കെടുത്തു. പതിയെ പൊതിയഴിച്ച് ആ കഞ്ചാവ് ഒന്ന് മൂക്കിലേക്ക് അടുപ്പിച്ചു മണപ്പിച്ച് ആ ഗന്ധം ഒന്ന് ആശ്വസിച്ചു. വല്ലാത്തൊരു ആസ്വാദനം തന്നെ. പതിയെ പോക്കറ്റിൽ നിന്നും പുറത്തേക്കെടുത്ത ബീഡിക്കെട്ടിലെ പുകയിലകൾ തള്ളിക്കളഞ്ഞ് തിരുമിയ കഞ്ചാവ് നിറച്ച് ഒരിക്കൽ കൂടി ബീഡിയെ മൂക്കിനോട് അടുപ്പിച്ചു. ചുണ്ടുകൾക്ക് നടുവിൽ വിശ്രമിച്ച കഞ്ചാവ് ബീഡികൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ മുറിയിൽ നിറയെ പുക നിറഞ്ഞു. കഞ്ചാവ് പുക, മായാജാലങ്ങളുടെ നിറക്കൂട്ടുകളും തീർത്ത് അങ്ങനെ പതിയെ മുറിയിൽ ഒരു ചെറിയ കാറ്റ് കടന്നു വന്ന് അത് മജീദിനെ പുണർന്നു തുടങ്ങി. ഇക്കാ, എന്താടി, നിങ്ങൾക്കെന്നെ പേടിയുണ്ടോ? എന്തിനു നിന്നെ പേടിക്കണം ആയിഷ? നിങ്ങളും നിങ്ങളുടെ ഉമ്മയും ഒക്കെ ചേർന്നല്ലേ എന്നെ കൊന്നതിക്കാം. അതിന് മജീദ് ഒന്നുകൂടി കഞ്ചാവ് പുക വലിച്ചൂതി. നിങ്ങളെ ഞാൻ കൊണ്ടുപോയിക്കാം. എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയില്ല. അവളെ ഒന്ന് തലോടാൻ, അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അവൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ, ഇതിനൊക്കെ കാരണം നിങ്ങളല്ലേ. നിങ്ങളെ ഞാൻ സൂഹിക്കാൻ വിടുമെന്ന് കരുതണ്ട. മജീദ് പൊട്ടിച്ചിരിച്ചു. മരിച്ചു മണ്ണായി. ഇന്ന് പള്ളിപ്പറമ്പിൽ നിൻ്റെ കുഴി തോണ്ടിയപ്പോൾ ഭയങ്കര ദുർഗന്ധമായിരുന്നു നീ ആയിഷ. നീ എന്നെ എന്ത് ചെയ്യാനാണ്? മജീദ് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ഭിത്തിയിലെ ക്ലോക്ക് നിലത്ത് വീണുടഞ്ഞു. മജീദ് വീണ്ടും തെറിച്ചു.
നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ഐഷയുടെ ശബ്ദം അല്പം കടുത്തിരുന്നു. മുറിയിൽ ചീഞ്ഞു തുടങ്ങിയ ശവത്തിൻ്റെ ദുർഗന്ധം പടർന്നു. സഹിക്കാൻ കഴിയാതെ മജീദ് മൂക്ക് കുത്തിപ്പിടിച്ചു. ഇക്ക, വീണ്ടും ഐഷയുടെ ശബ്ദം. നീ പോ പോ ആയിഷ, മജീദ് ആക്രോശിച്ചു. എനിക്കങ്ങനെ പോകാൻ കഴിയുമോ ഇക്ക? എൻ്റെ മോളെ തനിച്ചാക്കി, നിങ്ങളെ തനിച്ചാക്കി. ഇക്ക, നിങ്ങൾക്കറിയോ, ഞാൻ ഈ വേദന സഹിച്ചത് അത്രയും എൻ്റെ മോൾക്ക് വേണ്ടിയല്ലേ? അവളെ ഒന്ന് തലോലിക്കാൻ കൂടിയല്ലേ? അതിനുള്ള ഒരവസരം എനിക്ക് തന്നില്ലല്ലോ നിങ്ങൾ പറഞ്ഞതുപോലെ വെളുത്തിട്ടാണോ ഇക്ക? നീ പോ, എനിക്കൊന്നും കേൾക്കണ്ട ആയിഷ. മജീദ് വിളറി വെളുത്തിരുന്നു. അയാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. പതിയെ അയാളുടെ ബോധം നഷ്ടമായവനെ പോലെ ബെഡിലേക്ക് മറഞ്ഞു. പുറത്ത് നല്ല ഇടിയും മഴയുമായിരുന്നു. മെഹ്റു പതിയെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിൽ വന്നു. കൂടെ നൂറയും അവനരികിലായി വന്നു നിന്നു. പാവം ഐഷ അല്ലേ നൂറ? അതേ മെഹ്റു, ഒരമ്മയുടെ 9 മാസത്തെ ആഗ്രഹം, ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. ശരിക്കും ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ട്. അവൾ ഗർഭിണിയാവുന്നത് മുതൽ ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പുകൾ, സ്കാനിങ് എല്ലാം. പക്ഷേ ഇവിടെ ആയിഷയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സ്കാനിങ് ഒന്നുമില്ലല്ലോ. പക്ഷേ അവൾക്ക് കാത്തിരിപ്പ്, അവൾ അനുഭവിച്ച യാതനകൾ എല്ലാം ഭയങ്കരമാണല്ലോ അല്ലേ നൂറ? അതെ, സത്യം. അതൊക്കെ പോട്ടെ, നമ്മ എപ്പോൾ മുതലാണ് കാത്തിരിക്കുന്നത് നൂറ? ദേ, കുരുത്തക്കേടെ എന്ന് വിളിച്ചാൽ എന്തോ എന്ന് വിളി കേൾക്കാൻ തയ്യാറായി നിന്നോളൂട്ടോ. പുറത്ത് മഴയെ നോക്കി മെഹ്റു നൂറയോട് ചേർന്ന് നിന്നു. പുറത്ത് തകൃതിയായി പെയ്യുന്ന മഴയുടെ തണുത്ത ചെറിയ കാറ്റ് അവരെ നനയിച്ചു. നൂറയെ മെഹ്റു പുറകിലൂടെ പതിയെ ചേർത്ത് പിടിച്ചു. മെഹ്റു, അവളുടെ സ്വരം വളരെ നേർത്തതായിരുന്നു. എന്താടി പെണ്ണേ, വല്ലാണ്ട് തണുക്കുന്നുല്ലേ? തണുക്കട്ടെ. നിന്റെ തണുപ്പൊക്കെ മാറ്റാനുള്ള ഒരു തീ എൻ്റെ ഉള്ളിൽ അങ്ങനെ ആളിക്കത്തുന്നുണ്ട് പെണ്ണെ. അതെന്താണ് ചെക്ക? നീ ഇങ്ങടുത്തു പോവാ പെണ്ണെ. നൂറയുടെ ചുണ്ടുകൾക്ക് മുകളിലൂടെ ഇഴഞ്ഞു നീങ്ങിയ മെഹ്റുവിൻ്റെ വിരലുകൾ ഇക്കിളി തുടർന്നു. അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ ശ്വാസം അവൻ പതിയെ പകുത്തെടുത്തു. പെണ്ണേ, എന്തോ? അവളുടെ കുറുകലിന് ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു. അവൾക്കവനും നടുവിൽ വിടവുകളില്ലാത്ത പോലെ ഒരു മാന്ത്രികത. ചേർത്തുപിടുത്തത്തിൽ നിന്നും സ്നേഹത്തോടെ ഒന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവളുടെ ശ്രമം ഒരു ചുംബനത്തിൽ അവൻ അതിജീവിച്ചു. കുസൃതിയുടെ കൂടാരമായ മെഹ്റുവിൻ്റെ കൈകൾ വിശാലമായ മേച്ചിൻപുറങ്ങൾ തേടി യാത്ര തുടങ്ങി. ഇടയ്ക്ക് ഉയർന്നും താഴ്ന്നും കേൾക്കുന്ന ശീൽക്കാരങ്ങളിൽ മഴയുടെ താളം പടർന്നു നിന്നു. അഴിഞ്ഞു വീണ വസ്ത്രങ്ങൾ അവർക്ക് രണ്ടുപേർക്കും അന്യമായിരുന്നു. കിതപ്പുകൾക്കൊടുവിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് അവരങ്ങനെ കിടന്നു. മെഹ്റു, നമ്മുടെ പ്രണയത്തിൽ എൻ്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞു വിരിയുമോ? ചെറിയ മുല്ലമുട്ടുകൾ പോലെ അവ പടർന്ന് പന്തലിച്ച് അങ്ങനെ. പിന്നില്ലാതെ നൂറ, എന്നെയും നിന്നെയും പോലെ ഒരു കുരുന്ന് പിറക്കും. പതിയെ ഊർന്നിറങ്ങിയ മെഹ്റു നൂറയുടെ വയറിൽ ചുംബിച്ചു. ഛേ, ഈ ചെക്കന് ഒരു നാണവും ഇല്ല. നാണിക്കാൻ എന്തിരിക്കുന്നു? നീ എൻ്റേത് മാത്രമല്ലേ പെണ്ണേ, എൻ്റേത് മാത്രം. എനിക്ക് മെഹ്റുവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ചൊന്ന് കിടക്കണം. കിടന്നോളൂ പെണ്ണേ. നിന്നെ നെഞ്ചോട് ചേർക്കുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം സഫലമാവുകയല്ലേ. എത്ര ഇഷ്ടമുണ്ട് നിനക്കെന്നോട്. മുറുകിക്കുരുക്കിയ കെട്ടിയ കയറ് പോലെയാണ്. വലിയന്തോറും വരിഞ്ഞു മുറുകണ ഭ്രാന്തമായ സ്നേഹം. അതുപോലെ ഓരോ ദിവസവും പ്രണയം ഏറിയേറി വരികയാണ്. നിന്റെ മാറിൽ ഇങ്ങനെ മുഖം പൂഴ്ത്തി വെച്ചുള്ള ഉറക്കമുണ്ടല്ലോ നൂറ, എന്നെ എവിടേക്കോ എത്തിക്കുന്നു. തൻ്റെ നെഞ്ചിടിപ്പുകൾ എന്നെ വല്ലാതെ ചൂടുപിടിപ്പിക്കുന്നു. എൻ്റെ രക്തധമനികൾ നിനക്ക് വേണ്ടി തുടിക്കുന്ന പോലെ. അത്രയ്ക്ക് നീ ആയിരിക്കുകയാണ് ഞാൻ. ശരിക്കും നമ്മുടെ കോളേജ് ലൈഫായിരുന്നു അതോ ഇതാണോ തനിക്ക് ഏറ്റവും ഇഷ്ടം മെഹ്റു? രണ്ടും പ്രിയപ്പെട്ടതല്ലേ പെണ്ണെ. രണ്ടിലും താനാണല്ലോ എൻ്റെ കൂടെ. ചോര തുടിച്ചു നിന്ന നൂറയുടെ ചുണ്ടുകളിൽ നിന്നും ഒരു മധുരം ഒപ്പിയെടുത്ത് മെഹ്റുവിലേക്ക് തന്നെ ചേർത്തടി വലിച്ചെടുപ്പിക്കുകയായിരുന്നു നൂറ. മെഹ്റു, ഞാനും നീയും നമ്മുടെ കുഞ്ഞുങ്ങളും. എന്ത് രസമായിരിക്കുമല്ലേ ലൈഫ്. അടിപൊളിയാവും. അതെ, കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ മുറ്റം നിറയെ വേണം. നൂറ, അകത്തും മുറ്റത്തും ഒക്കെയായി ഓടിക്കളിക്കാൻ കുറേ മക്കൾസ്. അയ്യടാ, മോൻ്റെ പൂതി കൊള്ളാലോ. പേരേണ്ടത് ഞാനാണ്. നാം 1, നമുക്ക് 2, അത് മതി. അതൊന്നും പറ്റില്ല നൂറ, മിനിമം 4 ആളെങ്കിലും വേണം. അയ്യടാ, നിങ്ങളെന്താ അംഗൻവാടി നടത്താൻ പോകുന്നുണ്ടോ? മെഹ്റു അവളെ ചേർത്ത് പിടിച്ചു.
പുറകിലൂടെ കഴുത്തിലും ചെവിക്കും പിന്നിലുമായി ചുംബനത്തിൻ്റെ മാലപ്പടക്കം തീർത്തു. അവൾ ആ ചുംബനത്തിൽ പിടഞ്ഞു പോയിട്ടുണ്ടാവണം. അവൻ്റെ കഴുത്തിലൂടെ അവൾ അവനിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. പുറത്ത് ശക്തിയായി മഴയ്ക്ക് ആക്കം കൂടിയിട്ടുണ്ട്. ഓരോ മിന്നലിനും ബ്ലാങ്കറ്റിനടിയിൽ അവർ പരസ്പരം പടർന്നു ചുരുണ്ടുകൂടി. കുരുത്തക്കേടുകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. നൂറ, എന്നിട്ട് നമ്മുടെ ആയിഷയുടെയും മജീദിൻ്റെയും കഥ എന്തായി? ബെഡിലേക്ക് വീണ മജീദിൻ്റെ ശരീരത്തിലേക്ക് ഒരു തണുപ്പ് ഇരച്ചു കയറിയിരുന്നു. ചീഞ്ഞു തുടങ്ങിയ ശവത്തിൻ്റെ ഗന്ധം അയാളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. എന്നിട്ട് കഞ്ചാവ് ലഹരിയിൽ അയാൾ എന്തൊക്കെയോ പുലമ്പി. പുറത്ത് മഴയിൽ ശക്തമായ കാറ്റ് അടിച്ചു വീശുന്നുണ്ടായിരുന്നു. തണുത്തുറഞ്ഞ ഒരു കൈ അയാളെ ചുറ്റി പുണർന്നു. എന്നിട്ട്, പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. നമ്മുടെ പ്രണയസാഗരത്തിൻ്റെ അടുത്ത അധ്യായത്തിനു വേണ്ടി മജീദിൻ്റെ പിന്നീടുള്ള ജീവിതത്തിനെക്കുറിച്ചും മെഹ്റുവിൻ്റെയും നൂറയുടെയും പ്രണയ ജീവിതങ്ങളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, ബൈ, ടാറ്റാ, സീ യു.